നെക്സ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് വെലോസിറ്റി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് SHM എന്ന് ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എങ്ങനെ കാണാം, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. x = a cos ωt+y എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ എക്സിനെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വെലോസിറ്റി ആണല്ലോ കണ്ടത്. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്, a cos ωt+φ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെലോസിറ്റി കാണണമെങ്കിൽ എന്താ മതി? നമ്മൾ ഈ a cos ωt+φനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ v = dx/dt എന്ന് എഴുതി. ദാറ്റ്സ് ഈക്വൽ ടു d/dt ഓഫ് a cos ωt+φ എന്ന് എഴുതി. അപ്പോൾ അതിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക -ωsin ωt+φ എന്ന് കിട്ടും. ωt+φ എന്ന് കിട്ടും. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് v = ω/√a² - x² എന്ന് കിട്ടും. v = √a² - x² എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. v = ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതി. x = a cos ωt+φ എന്ന് എഴുതി. പിന്നെ നമ്മൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് v = dx/dt, അതായത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -ωsin ωt+φ എന്ന് കിട്ടി. നെക്സ്റ്റ് അതിനെ നമ്മളൊന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് v = ω/√a² - x² എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ആക്സിലറേഷൻ ഓഫ് SHM. ആക്സിലറേഷൻ ഓഫ് SHM, അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷനാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആക്സിലറേഷൻ എങ്ങനെ കാണാൻ നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ്, അതായത് അല്ലെങ്കിൽ dv/dt എന്ന് എഴുതാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, അതായത് dv/dt എന്ന് എഴുതാം. d/dt ഓഫ് v എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. നമ്മളിവിടെ എടുക്കുന്നത് ഈ ഇക്വേഷനാണ്, -ωsin ωt+φ. അപ്പോൾ അതാണ് നമ്മളിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. d/dt ഓഫ് -ωsin ωt+φ എന്ന് കിട്ടും. sin ωt+φ എന്ന് എഴുതി. d/dt ഓഫ് -ωsin ωt+φ എന്ന് എഴുതി. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക a = -ω² a cos ωt+φ എന്ന് വരും. -ω cos ωt+φ എന്ന് വരും. ഇവിടെ ഡെറിവേറ്റീവ് കാണാനൊക്കെ നമുക്കറിയാം. സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, അതുപോലെ കോസിൻ്റെ ഡെറിവേറ്റീവ് -sin ആണ്. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് a = -ω² a cos ωt+φ എന്ന് വരുന്നത്. നമുക്കറിയാം ഈ a cos ωt എന്താ? ഈ a cos ωt എന്ന് പറയുന്നത് എന്താ? x ഓഫ് ടി ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ a cos ωt എന്ന് പറയുന്നത് നമ്മുടെ a cos ωt+φ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം, a = -ω² x എന്ന് എഴുതാം. a = -ω² x എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് എന്ത്? ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ് a = -ω² x എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെലോസിറ്റി ഡിറൈവ് ചെയ്തു, അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡിറൈവ് ചെയ്തു. ഇനി നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് ഫോഴ്സാണ്. ഫോഴ്സ് ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന് വേണ്ട ഫോഴ്സാണ് നമ്മളിനി ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? F = ma, അതായത്
ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. എം ഇൻറ്റു ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എ ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. അത് നേരെ നമ്മൾ ഈ എയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു, ഈ ഒമേഗ എന്ന് പറയുന്നത്, ഒമേഗേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കെ ബൈ എം ആണ്. റൂട്ട് ഓഫ് കെ ബൈ എം, അതായത് എം ഇൻറ്റു ഒമേഗേൻ്റെ വാല്യൂ എന്തായിരുന്നു? റൂട്ട് ഓഫ് കെ ബൈ എം മൈനസ് റൂട്ട് ഓഫ് കെ ബൈ എമ്മിൻ്റെ സ്ക്വയർ കാണാം. റൂട്ട് ഓഫ് കെ ബൈ എമ്മിൻ്റെ സ്ക്വയർ കാണാം ഇൻറ്റു എക്സ്. റൂട്ട് ഓഫ് കെ ബൈ എമ്മിൻ്റെ സ്ക്വയർ എന്താ? റൂട്ട് ഓഫ് കെ ബൈ എമ്മിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് കെ ബൈ എം. അതായത് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. കെ ബൈ എം ഇൻറ്റു എക്സ് സ്ക്വയർ ഇല്ല, എക്സേ ഉള്ളൂ. നമുക്ക് നോക്കിയറിയാം, ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുള്ള എം എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് കെ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന് വേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത്. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. അടുത്തതായിട്ട് നമുക്ക് കൈനറ്റിക് എനർജി, എസ് എച്ച് എമ്മിൻ്റെ കൈനറ്റിക് എനർജി എങ്ങനെ കാണാമെന്ന് നോക്കാം. കൈനറ്റിക് എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈക്വൽ ടു കെ ഈസ് ഈക്വൽ ടു എന്താണെന്നറിയാം? ഹാഫ് എം വി സ്ക്വയർ ആണെന്നറിയാം. കെ ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് എം വി സ്ക്വയർ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വെലോസിറ്റിയുടെ ഡെറിവേഷൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതായത് അപ്പോൾ നമുക്ക് കിട്ടി വി എന്താ കിട്ടിയത്? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് നമ്മൾ നേരത്തെ ഡെറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അത് വി ആയിരുന്നു, ഇവിടെ എന്താണ്? വി സ്ക്വയർ ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ക്വയർ കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ. അതായത് ഈ സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഒമേഗയ്ക്കും ബാധകമാണ്, അതുപോലെ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിനും ബാധകമാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ വരും. അതായത് ഒമേഗ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ സ്ക്വയർ റൂട്ട് പോകും. അപ്പോൾ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷനാണ്. പൊട്ടൻഷ്യൽ എനർജി ഫോർ എസ് എച്ച് എം, അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ സ്ക്വയർ ആണ്. പൊട്ടൻഷ്യൽ എനർജി കാണാൻ വേണ്ട ഇക്വേഷൻ. യു ഈസ് ഈക്വൽ ടു എന്ത് വരും? ഹാഫ് ഇൻറ്റു കെ എന്ന് പറയുന്നത് എം ഒമേഗ സ്ക്വയർ ആണ്. കെ എന്ന് പറയുന്നതാണ് എം ഒമേഗ സ്ക്വയർ. എന്ത് വരും? ഹാഫ് ഇൻറ്റു എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് വരും. യു ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പോൾ ഇതാണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി കാണുന്ന ഇക്വേഷൻ. യു ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? കൈനറ്റിക് എനർജിയും കിട്ടി, അതുപോലെ പൊട്ടൻഷ്യൽ എനർജിയും കിട്ടി. അപ്പോൾ നമുക്കിനി അടുത്ത് കാണേണ്ടത് ടോട്ടൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അതെങ്ങനെ കാണും? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് എസ് എച്ച് എം, സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ടോട്ടൽ എനർജി എന്താണെന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതായത് ഈസ് ഈക്വൽ ടു യു പ്ലസ് കെ എന്ന് വരും. യു നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തിട്ടുള്ളൂ ഹാഫ് എം ഒമേഗ സ്ക്വയർ
എക്സ് സ്ക്വയർ പ്ലസ് കൈനറ്റിക് എനർജി നമ്മൾ നേരത്തെ ഡെറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇതിങ്ങനെ എഴുതാം, കൺഫ്യൂഷൻ വേണ്ട. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഇതിനോട് കോമൺ ആയിട്ടൊരു ടേം കൂടെ ഇതിൽ വരുന്നുണ്ട്, ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇനി എന്ത് ചെയ്യുക, ഇവിടെ കണ്ടില്ലേ ഈ ഹാഫ് എം ഒമേഗ സ്ക്വയറിനെ ഈ ഹാഫ് എം ഒമേഗ സ്ക്വയറിനെ നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇത് എ ആയിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം, എക്സ് സ്ക്വയർ ആയിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഹാഫ് എം ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ വരും. അതുപോലെ പിന്നെ മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് കണ്ടില്ലേ, ആ മൈനസാണ് ഈ മൈനസ്. അപ്പോൾ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്നും വരും, ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്നും വരും. ഇതിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്തുണ്ട്, നമ്മൾ നോക്കിയാൽ കാണാം ഇവിടെ ഒരു പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയറും ഉണ്ട്, ഇവിടെ ഒരു മൈനസ് എം ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയറും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോവും, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ബാക്കി ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എന്ത് വരും, ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് വരും, ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് വരും. പിന്നെ എന്താണ്, ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്താണ്, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കോൺസ്റ്റൻറ്റ്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്കൊരു ഗ്രാഫാണ് കണ്ടത്, എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഒരു സബ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, അതുപോലെ ടോട്ടൽ എനർജി, കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ ടോട്ടൽ എനർജീൻ്റെയും വേരിയേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫാണ് നമ്മളിനി വരയ്ക്കാൻ പോകുന്നത്. കൈനറ്റിക് എനർജി ഈ ലൈനാണ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ടോട്ടൽ എനർജീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കെ ഇ പ്ലസ് പി ഇ. അപ്പോൾ ഇതാണ് വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത്.